കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ ടോപ്പിക്ക്. എന്നാലും ജസ്റ്റ് പറയാം. ആൽക്കിൻസിൻ്റെ ഫോട്ടോ കെമിസ്ട്രിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് 2 പോയിൻറ്റ്സ് ആണ്. ഒന്ന് പൈസ ട്രാൻസിഷനും ഒന്ന് എന്ന് പറയുന്നത് സിംഗ്ലറ്റ് സ്റ്റേറ്റിലാണ് നടക്കുക എന്നുള്ളതും. അതിൽ മെയിനായിട്ട് 2 ടൈപ്പ് ഉള്ളതാണ് ഫോട്ടോ ഐസോമറൈസേഷനും ഫോട്ടോ ഡൈമറൈസേഷനും. അപ്പോൾ രണ്ടിലും പൈ സ്റ്റാർ ട്രാൻസിഷൻ വഴിയാണ് നടക്കുക. മിക്കവാറും സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് നടക്കുക. കാരണം സിംഗ്ലറ്റ് ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഇവർക്ക്, ആൽക്കീൻസിന്. അപ്പോൾ ES1 T1 ഇടയിൽ ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ സിംഗ്ലറ്റിൽ നിന്നാണ് നടക്കുക. അഥവാ ട്രിപ്ലറ്റിൽ നിന്ന് നടക്കണമെങ്കിൽ എന്ത് വേണം? സെൻസിറ്റൈസേഷൻ വേണം. അപ്പോൾ അതിൽ ഫോട്ടോ ഐസോമറൈസേഷനാണ് ആദ്യത്തെ. അതിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച്. ഒന്നാമത്തെ സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ. അപ്പോൾ സിസ് ട്രാൻസ് ഐസോമറൈസേഷനിൽ 2 എണ്ണം വരും. ഡയറക്റ്റും ഉണ്ട്, സെൻസിറ്റൈസറും ഉണ്ട്. രണ്ടും പൈ സ്റ്റാർ തന്നെയാണ്, പക്ഷേ ഡയറക്റ്റും സെൻസിറ്റൈസറും സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കുന്ന ഡയറക്റ്റ് റേഡിയേഷൻ്റെ കാര്യമാണ്. ഡയറക്റ്റ് റേഡിയേഷൻ വരുമ്പോൾ എന്താണ് പ്രത്യേകത? സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ സിംപ്ലസ്റ്റ് ആൽക്കീൻസ്, അതായത് അതിൻ്റെ ലാംഡ മാക്സ് 200 നാനോമീറ്ററിന് താഴെ വരുന്ന ടൈപ്പ് അബ്സോർപ്ഷൻ വരുന്നതാണ് സിംപ്ലസ്റ്റ് ആൽക്കീൻസ്. അപ്പം അതിൽ നമ്മുടെ ഡയറക്റ്റ് റേഡിയേഷൻ ഹയർ എനർജി അബ്സോർപ്ഷൻ ആയതുകൊണ്ട് നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് ഈ ആൽക്കീൻസ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അബ്സോർപ്ഷൻ 200-നേക്കാൾ മേലേക്ക് പുഷ് ചെയ്തിട്ട് ഡയറക്റ്റ് റേഡിയേഷൻ അതിൽ പോസിബിളാണ്. അതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ളത് സ്റ്റിൽ ബീൻസ് ആണ്. സ്റ്റിൽ ബീൻ എന്ന് പറഞ്ഞാൽ ഡൈഫീനൈൽ എത്തിലീനുമേ ഓരോ റിങ് അപ്പുറത്തപ്പുറത്തും വരുന്നത്. അപ്പോൾ അതിൽ ഈ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് സിസ് ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും നമ്മളൊരു 330 നാനോമീറ്ററിലാണ് അതിൻ്റെ റേഡിയേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 93% സിസും 7% ട്രാൻസ് സ്റ്റിൽ ബീനുമാണ്. പിന്നെ നമ്മൾ എത്രത്തോളം അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം നമ്മൾ റേഡിയേഷൻ ചെയ്താലും പിന്നെയും ചെയ്തുകൊണ്ടിരുന്നാലും ഈ പ്രൊഡക്റ്റിൻ്റെ റേഷ്യോ മാറില്ല. ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ എന്താ പറയുക? ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈ 2 ഐസോമറിൻ്റെ എക്സൈറ്റേഷൻ കോഎഫിഷ്യൻ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സാധാരണഗതിയിൽ ഈ ട്രാൻസിൻ്റെ എപ്സിലോൺ മാക്സും സിസിൻ്റെ എപ്സിലോൺ മാക്സും എടുക്കുന്ന സമയത്ത് എപ്പോഴും ട്രാൻസ് ആൽക്കീൻ്റെ എപ്സിലോൺ മാക്സ് ആണ് വാല്യൂ കൂടി വരിക. അപ്പോൾ അതുകൊണ്ട് അതായിരിക്കും ആദ്യം സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സിംഗ്ലറ്റ് സ്റ്റേറ്റിലേക്ക് പോവുക. പിന്നീട് അതിൽ നിന്ന് റിലാക്സേഷൻ വഴി 0ലേക്ക് എത്തും. ഇനി നമ്മുടെ ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിൽ എന്താ പ്രത്യേകത? സാധാഗതിയിൽ ഇങ്ങനെയാണെങ്കിലും ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിൽ സിസ് ടു ട്രാൻസ്, ട്രാൻസ് ടു സിസ് രണ്ടിൻ്റെയും റേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതിൽ എത്ര റേഡിയേഷൻ കൊടുത്താലും അതിൻ്റെ കോമ്പോസിഷന് ചേഞ്ച് ഒന്നും വരില്ല. ഇനി ഈ പൈ സ്റ്റാർ ട്രാൻസിഷൻ സ്റ്റേറ്റിൻ്റെ എനർജി ആംഗിൾ ട്വിസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് എത്രത്തോളം അതിന് ട്വിസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ആ സിഗ്മ ബോണ്ടിൻ്റെ ട്വിസ്റ്റിങ്ങിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ് ടു സിസ് ഐസോമറൈസേഷനാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം ട്രാൻസ് മോളിക്യൂളിനെ ട്രാൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. പിന്നീട് എന്ത് സംഭവിക്കും? ആ ട്രാൻസ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഡിസ്റ്റോർഷൻ സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് സിസിനാണെങ്കിലും ട്രാൻസിനാണെങ്കിലും സെയിം ആയിരിക്കും. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആ ഒരു സ്പീഷീസ്, ആ സ്റ്റേറ്റിനാണ് നമ്മൾ എന്താ പറയുക? ഫാൻഡം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഇൻ്റർമീഡിയറ്റ് സിസ് ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും രണ്ട് ഐസോമറിൻ്റെ കേസിലും ഐസോമറൈസേഷൻ സംഭവിക്കുമ്പോൾ കോമൺ ആയിട്ടൊരു ഇൻ്റർമീഡിയറ്റ് ആണ് ഉണ്ടാവുക. അതിനാണ് നമ്മൾ ഫാൻഡം സ്റ്റേറ്റ് എന്ന് പറയാം. ഈ സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ്റെ മെക്കാനിസം നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു സാമ്പിൾ മോഡലായിട്ട് പറയുന്നത് ഒരു പ്ലാനർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആദ്യം വരും. പിന്നെ എന്ത് സംഭവിക്കും? ഒരു എനർജി റിലാക്സ് ചെയ്തിട്ട് ട്വിസ്റ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ഫിഗർ. അത് നമ്മളന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. മുകളിൽ സിസ്, ലെഫ്റ്റ് സൈഡിൽ സിസ്സും റൈറ്റ് സൈഡിൽ ട്രാൻസും ആണുള്ളത്. രണ്ടിനും കോമൺ ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. എന്നിട്ട് അതത് ഇൻ്റർമീഡിയറ്റ് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിൽ സിസ്സും റൈറ്റ് സൈഡിൽ ട്രാൻസും പ്രൊഡക്റ്റ് തരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവേഷൻ എനർജി വളരെ ചെറുതാണ്. 2 kcal/mol ആവശ്യമുള്ളൂ. എന്തിന്? പ്ലാനാർ ട്രാൻസിംഗ്ലർ സ്റ്റേറ്റിനെ ട്വിസ്റ്റഡ് ട്രാൻസിംഗ്ലർ സ്റ്റേറ്റിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ സ്റ്റിൽ ബീൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ള 2 ഫിനൈൽ റിങ് വരുന്നത്. ഇതിൽ സിസ് സ്റ്റിൽ ബീനും പോസിബിളാണ്, ട്രാൻസ് സ്റ്റിൽ ബീനും പോസിബിളാണ്.
ഇനി ഇതിൽ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസാണ് എപ്പോഴും എന്താണ് ലൈറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുക. ട്രാൻസിൻ്റെ എപ്സിലോൺ മാക്സ് പറയുന്ന 16,300 സിസിൻ്റെ ആണെങ്കിൽ 2,880. അപ്പോൾ ട്രാൻസ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്തത് കൊണ്ട് തന്നെ ട്രാൻസ് സിസ്സായിട്ട് മാറും, വേഗം സിസ്സായിട്ട് മാറും. ലാസ്റ്റ് ഫുൾ സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ സിന്തറ്റിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം ട്രാൻസ് ടു സിസ് ഐസോമറൈസേഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സിസ് ട്രാൻസ് ഏതായാലും കുഴപ്പമില്ല, ഐസോമറൈസേഷൻ നടക്കുന്ന സമയത്ത് എന്തുണ്ടായാലും അവസാനം സിസിലേക്കാണല്ലോ മാറുക. അപ്പം മോർ സ്റ്റേബിളായിട്ടുള്ള ആൽക്കീനിനെ ലെസ് സ്റ്റേബിളായിട്ട് ആൽക്കീനാക്കി മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി, സിന്തറ്റിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി കുറഞ്ഞ ആൽക്കീൻസ് ആകുമ്പോൾ കുറച്ചും കൂടെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേബിളായിട്ടുള്ള മോർ സ്റ്റേബിൾ ആൽക്കീനെ ലെസ് സ്റ്റേബിൾ ആൽക്കീൻ ആക്കുന്ന എക്സാമ്പിൾസിൽ എളുപ്പമുള്ള നോക്കിയിട്ട് പഠിക്കാം. ഇതിലിപ്പോൾ C6H5CH3 മാത്രമേ സബ്സ്റ്റിറ്റ്യൂൻ്റ് വരുന്നുള്ളൂ. അതിനെ നമ്മൾ ട്രാൻസിൽ നിന്ന് സിസിലേക്ക് ആക്കി. ഇതിലെല്ലാത്തിലും ട്രാൻസ് ടു സിസ് ആക്കുന്ന എന്താ പറയുക, ട്രാൻസിസ് ഐസോമറസ് ആണല്ലോ. അപ്പോൾ അതാണ് വരുന്നത്. ഇത്ര എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് ഏതാച്ചാൽ പഠിക്കാം കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സിസ് ട്രാൻസ് ഐസോമറസിന് പഠിച്ച പോലെ എന്ത് വരും, സെൻസിറ്റൈസ്ഡ് സിസ് ട്രാൻസ് ഐസോമർ. സിസ് ടു ട്രാൻസ് ആവണമെന്നില്ല കേട്ടോ, സിസ് ടു ട്രാൻസ് സിസ്റ്റ് ഏതായാലും. അപ്പോൾ ആ സെൻസിറ്റൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, നമ്മളൊരു ട്രിപ്ലറ്റ് സെൻസിറ്റൈസറിൻ്റെ പ്രസൻസിൽ, കീറ്റോൺ പോലുള്ള സെൻസിറ്റൈസറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഐസോമറൈസേഷൻ നടത്താണ്. ഇതിലും സെൻസിറ്റൈസ്ഡ് സ്റ്റിൽബീൻ ഐസോമറൈസേഷനാണ് എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്, എനർജി, സെൻസിറ്റൈസറിൻ്റെ എനർജി അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പോൾ ഇതിൽ 2 കണ്ടീഷനുള്ളത്. ഒന്നാമത്തേത് പറയുന്നത് ഡോണർ സ്പീഷീസ് ഇഫക്റ്റീവ് സെൻസിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രിപ്ലറ്റിൻ്റെ എനർജി, ഇതിൻ്റെ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 ഐസോമറിൻ്റെ എനർജിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും, ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ നടക്കും സിസിലേക്കും ട്രാൻസിലേക്കും, എന്നിട്ട് ഐസോമറൈസേഷൻ നടക്കും. അപ്പോൾ ആദ്യം ഫോം ചെയ്തിട്ടുള്ള സിസും ട്രാൻസും എന്ത് സംഭവിക്കും, ഡിസ്റ്റോർഷൻ സംഭവിച്ചിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ഫാൻഡം ട്രിപ്ലറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫാൻഡം ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്ക് വരും. എന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് S0യിലേക്ക് വരും. അങ്ങനെ ഐസോമേഴ്സ് ഉണ്ടാവും. ഇനി ഇപ്പോൾ ഉണ്ടാകുന്ന സിസ് ട്രാൻസ് ഐസോമേഴ്സിന് രണ്ടിനെയും സെൻസിറ്റൈസറിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റും, പക്ഷേ എന്താണ് ഈ അതുകൊണ്ട് സെൻസിറ്റൈസ്ഡ് റിയാക്ഷൻ്റെ ഐസോമറൈസേഷൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റേഡിയേഷനേക്കാളും കുറവായിരിക്കും. കാരണം മറ്റേതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിലാണല്ലോ, ട്രാൻസിനെ മാത്രമാണല്ലോ മാറ്റുന്നത്. ഇതിലാകുമ്പോൾ സിസിനും ട്രാൻസിനും രണ്ടിനെയും എക്സൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിൽ ട്രിപ്ലറ്റ് സെൻസിറ്റൈസറിനുണ്ട്. പിന്നെ ഇതിൽ പറയാനുള്ളത് സെൻസിറ്റൈസർ, ഹൈ എനർജി ഉള്ള സെൻസിറ്റൈസർ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിൽ ഏകദേശം സെയിം കോമ്പോസിഷൻ ആയിരിക്കും സിസിനും ട്രാൻസിനും ഉണ്ടാവും. അതായത് സിസ് ഒരു 55% ഏകദേശം ഒരു 50-50 അങ്ങനെ 50-50 അല്ല, കോമ്പോസിഷൻ ഏകദേശം സെയിം ആയ പോലെയാണ് ഹൈ എനർജിയിൽ സെൻസിറ്റൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോട്ടോ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ കോമ്പോസിഷൻ കിട്ടുക. പക്ഷേ ഡയറക്റ്റ് നമ്മൾ ഫോട്ടോളിസിസ് നടക്കുക, ഡയറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് സിസ്സാണ് കൂടുതലായിട്ട് 93% ആണ് കിട്ടുക, സ്റ്റിൽബീൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ അതല്ല, നമ്മൾ എനർജി കുറവുള്ള സെൻസിറ്റൈസറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അനോമലസ് ആയിരിക്കും, നമുക്ക് വിചാരിക്കുന്ന പോലത്തെ കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിളാണ് സെൻസിറ്റൈസറിന് സിംഗിളറ്റിൻ ട്രിപ്ലറ്റിലേക്ക് ആക്കി സെൻസിറ്റൈസർ ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്തു, ആൽക്കീൻ എക്സൈറ്റഡായി റിലാക്സ്ഡ് ട്രിപ്ലറ്റിലേക്ക് വന്ന് പ്രോഡക്റ്റ് കിട്ടി, അതായത് ട്രാൻസ് ഉള്ളത് സിസ്സായി. അപ്പോൾ ഇതിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എനർജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒരു ഇതുണ്ട് ഡാറ്റ, അതായത് 60 കിലോ കാലറി പെർ മോളിനേക്കാളും കൂടുതലാണ് ട്രിപ്പിൾ എനർജി എങ്കിൽ എന്ത് വരും, സിസ് ട്രാൻസ് റേഷ്യോ സ്ലൈറ്റ്ലി മോർ ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ അറൗണ്ട് 1 ആയിരിക്കും അതിൻ്റെ റേഷ്യോ. പക്ഷേ അതിൻ്റെ എനർജി 52 to 58 എനർജി കുറവാണെങ്കിൽ ആ റേഷ്യോ 1 ആവില്ല, ഹയർ സിസ് ടു ട്രാൻസ് റേഷ്യോ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഹയർ റേഷ്യോ ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ട്രാൻസ് ഐസോമറിൻ്റെ എനർജി എക്സൈറ്റേഷന് വേണ്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് സിസിനേക്കാളും കുറവായതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. അതുകൊണ്ട് സെലക്റ്റീവ്ലി ട്രാൻസ് ഐസോമറിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ട്രാൻസ് ഐസോമറൊക്കെ സിസ് ആയിട്ട് മാറും, സിസ് ഐസോമർ ആയിരിക്കും കൂടുതലുണ്ടാവുക.
നേരത്തെ പോലെ തന്നെ. പിന്നെ ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ കെമിക്കൽ സിസ്റ്റേഴ്സ് ഐസോമറൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാലോജൻ്റെ പ്രസൻസിൽ ചെയ്യാൻ പറ്റും. അതായത് ആദ്യം നമ്മുടെ ഹാലോജൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോട്ടോ കെമിക്കൽ പ്രൊഡക്റ്റ് ആവും, അതിൻ്റെ റാഡിക്കൽസ് ആവും. പിന്നെ അത് വന്നിട്ട് ആൽക്കീനിലേക്ക് ആഡ് ചെയ്തിട്ട് റാഡിക്കൽസ് ഉള്ള ആൽക്കീൻ മാറിയിട്ട് റാഡിക്കൽസ് ഉള്ള മോളിക്യൂൾസ് ആയിട്ട് മാറും. അതിൽ നിന്ന് ഹാലോജൻ എലിമിനേറ്റ് ചെയ്തിട്ട് സിസ്-ട്രാൻസ് റേഷ്യോ കിട്ടും. അത് കോൺസ്റ്റൻറ്റ് റേഷ്യോ ആയിരിക്കും. അപ്പോൾ അത്രയാണ് ഐസോമറൈസേഷൻ ഉള്ളത്. ഇനി അതുപോലെ രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു, ഡയമറൈസേഷനാണ്. അപ്പോൾ ഈ ഐസോമറൈസേഷൻ നടക്കുമോ ഡയമറൈസേഷൻ നടക്കുമോ, ആ രണ്ട് കാര്യത്തിൽ മാത്രമേ ഒരു കോമ്പറ്റീഷൻ ഉള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ ഐസോമറൈസേഷനാണ് നടക്കുന്നതെങ്കിൽ അതങ്ങനെ, ഇനി ഡയമറൈസേഷൻ നടക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് പറയാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മളെടുക്കുന്ന ആൽക്കീൻ എന്ന് പറയുന്നത് ഒന്നുകിൽ സിംഗ്ലറ്റിലോ ട്രിപ്ലറ്റിലോ ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ആൽക്കീൻ എന്ത് സംഭവിക്കും, സെയിം മോളിക്യൂളായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലാണ് എന്ത് വരിക, ഫോട്ടോ ഡയമറൈസേഷൻ വരിക. അതല്ല ഡിഫറെൻറ്റ് മോളിക്യൂൾ ആണെങ്കിൽ അതിനെന്ത് വരും, ഫോട്ടോ സൈക്ലോ അഡീഷൻ വരും. സെയിം ആണെങ്കിൽ ഡയമറൈസേഷൻ, ഡയമറാണല്ലോ ഫോം ചെയ്യുക. അതല്ല രണ്ട് മോളിക്യൂൾ ഡിഫറെൻ്റ് ആണെങ്കിൽ എന്ത് വരും, സൈക്ലോ അഡീഷൻ വരും. അപ്പോൾ ഇതിൽ ഡയമറൈസേഷൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നാണ് നടക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആൽക്കീൻ്റെ ഡയമറൈസേഷൻ ബുദ്ധിമുട്ടാണ്, 200 നാനോമീറ്റർ ലാംഡ മാക്സ് വാല്യൂ ആയതുകൊണ്ട്. പക്ഷേ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് എന്ത് സംഭവിക്കും, ഇതിൽ ബാത്തോക്രോമിക് ഷിഫ്റ്റ് നടക്കും അബ്സോർപ്ഷൻ ബാൻഡിൽ. അപ്പോൾ നമുക്കൊരു 224 നാനോമീറ്ററിനടുത്ത് നമുക്ക് ഡയറക്റ്റ് റേഡിയേഷൻ നടത്താൻ പറ്റും. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ ഉണ്ട്, 2,3 ഡൈമീഥൈൽ 2-ബ്യൂട്ടീൻ്റെ ഡയമറൈസേഷനാണ്, കറസ്പോണ്ടിങ് ഡയമർ നമുക്ക് കിട്ടും. പിന്നെ ഇതാണ് അതൊരു എക്സാമ്പിൾ, ഡയമർ ഫോം ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, ബ്യൂട്ടൈൻ ഡെറിവേറ്റീവ് കിട്ടി. അപ്പോൾ ഇതിൽ തന്നെ പറയാനുള്ളത് ഡയമറൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പെസിഫിക് ആണ്. അതായത് നമ്മളിപ്പോൾ സിസ്-2-ബ്യൂട്ടീൻ ഒരു എക്സാമ്പിൾ ഉണ്ട്, സിസ്-2-ബ്യൂട്ടീൻ്റെ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് സിസ്-2-ബ്യൂട്ടീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് സിസ് ഡയമറും അതിൻ്റെ സിസ് ഡയമറും അതിൻ്റെ സിസ് ആൻറ്റി സിസ് ഡയമറുമാണ് കിട്ടുക. നമ്മൾ ട്രാൻസ് 2-ബ്യൂട്ടീൻ എടുക്കുന്ന സമയത്ത് സിസ് ആൻറ്റി സിസ് ഡയമറും ട്രാൻസ് ആൻറ്റി ട്രാൻസ് ഡയമറാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ സിസ് ആൻറ്റി ഇതപ്പോൾ തന്നെ എക്സാമ്പിളിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഓൾ സിസ് ഡയമർ എന്ന്, ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം, സിസ്-2-ബ്യൂട്ടീൻ. ഓൾ സിസ് ഡയമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗം കൊണ്ടും സിസ്സാണ്. സിസ് ആൻറ്റി സിസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡിലാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് വരിക. പക്ഷേ ഇതിപ്പോൾ റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അപ്പോഴാണ് ആൻറ്റി എന്ന് പറയുന്ന ടൈം കൊടുക്കുക. ഈ ഓൾ സിസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡുമാണ്, റിങ്ങിൻ്റെ സെയിം സൈഡുമാണ്. സിസ് ആൻറ്റി സിസ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ സെയിം സൈഡും റിങ്ങിൻ്റെ വേറെ സൈഡുമാണ് വരിക. പിന്നെ ട്രാൻസ്-2-ബ്യൂട്ടീൻ ആണെങ്കിലോ സിസ് ആൻറ്റി സിസും ട്രാൻസ് ആൻറ്റി ട്രാൻസ്, അതായത് ഡബിൾ ബോണ്ടിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലാണ്, റിങ്ങിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഇട്ടാൽ. അതാണ് എക്സാമ്പിൾ പഠിക്കണം. പിന്നെ അടുത്തത് സൈക്ലോഹെക്സീൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഡയമേഴ്സ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും, ഡയമറി പ്രൊഡക്റ്റ് മിക്സറാണ് കേട്ടോ. നമ്മൾ പക്ഷേ നോർബോർണീൻ എടുക്കുന്ന സമയത്ത്, നോർബോർണീൻ നിങ്ങൾ പഠിച്ചിരുന്നു, ക്യാംഫറൊക്കെ പോലത്തെ, ബോർണീൻ എടുക്കുന്ന ഡബിൾ ബോണ്ട് വരുന്ന കേസ് എടുക്കുന്ന സമയത്ത് അവർക്ക് 2 ഡയമർ ഉണ്ടാവും, AB 2 ഡയമർ ഉണ്ടാവും. 1:10 ഏതെങ്കിലും ഒരു വാല്യൂവിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ കൊടുക്കുന്നത്, അതായത് മുകളിൽ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ മുകളിലാണ്, ഇവിടെ താഴെയാണ്, അങ്ങനെ 2 ഡയമർ ഉണ്ടാവും. പിന്നെ ഈ ഫോട്ടോസെൻസിറ്റൈസ്ഡ് ഡൈമറൈസേഷൻ എന്താ പറയുക, സൈക്ലോ ആൽക്കീൻസായിട്ട് സുഖമായിട്ട് നടക്കാൻ പറ്റും. കാരണം അവരുടെ സ്മോളർ റിങ് ആയതുകൊണ്ട് എന്താ പറയുക, സ്മോളർ റിങ് ആയതുകൊണ്ട് പറ്റും. കാരണം അവർക്ക് സിസ്-ട്രാൻസ് ഐസോമറൈസേഷൻ നടത്താൻ പറ്റില്ല, അപ്പോൾ ഡൈമറൈസേഷൻ അവിടെ പോസിബിലിറ്റി ഉള്ളൂ. പിന്നെ ഡൈമറൈസേഷൻ എപ്പോഴും സിസ്-ട്രാൻസ് സിസ് അറേഞ്ച്മെൻറ്റിനാണ് ഫേവർ ചെയ്യുക. സിസ്-ട്രാൻസ് സിസ് നേരത്തെ പറഞ്ഞതിൽ സിസ്-ട്രാൻസ് സിസ് അറേഞ്ച്മെൻറ്റിലാണ് ഫേവർ ചെയ്യുക. കാരണം അതിനൊരു എക്സാമ്പിളായിട്ട് സൈക്ലോപ്രോപ്പീൻ, സൈക്ലോബ്യൂട്ടീൻ, സൈക്ലോപെൻറ്റീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സാമ്പിളാണ്. പിന്നെ ആൽക്കീൻസും ആൽക്കീൻസും ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെൻസിറ്റൈസ് ചെയ്യുന്ന അലിഫാറ്റിക് കീറ്റോൺസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് എക്സാമ്പിളാണ്. അത് ഒരു എന്താ പറയുക, സൈക്ലോ ആൽക്കീൻ എടുത്തു, അസറ്റോണിൻ്റെ പ്രസൻസിൽ അത് ഓക്സിറ്റൈനായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുക. ഓക്സിറ്റൈൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുള്ളത്. അതാണ് എന്താ പറയുക അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഈ ഒരു എക്സാമ്പിൾ പഠിക്കണം. പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ നോർബോർണിനൊക്കെ ഒന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളൂ. പിന്നെ പഠിക്കേണ്ടത് ഇൻട്രാമോളിക്യുലാർ ഡയമറൈസേഷൻ ആണ്.
ഇൻട്രാമോളിക്കുലർ ഡൈമറൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനത് എഡിറ്റ് ചെയ്തിട്ടുള്ള നോട്ട് ഇടാം. ഇൻട്രാമോളിക്കുലർ ഡൈമറൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതായത് നോൺ കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡൈൻസിൻ്റെ കേസാണ്. നോൺ കോൺജുഗേറ്റഡ് ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, പക്ഷേ അതിൽ കോൺജുഗേഷൻ ഉണ്ടാവില്ല. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ സിമ്പിൾ ആൽക്കീൻസിൻ്റെ പോലെയാണ് അത് കാണുക. അതായത് ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ട് അത്ര ഉണ്ടാവുള്ളൂ, പക്ഷേ അവർ തമ്മിൽ കോൺജുഗേഷൻ ഇല്ല. അങ്ങനെയുള്ള ആൽക്കീൻസ് എന്ത് സംഭവിക്കും? അൺകോൺജുഗേറ്റഡ് ആയിട്ടുള്ള ആൽക്കീൻസ് എന്താ പറയുക, ഇൻട്രാമോളിക്കുലർ 2+2 സൈക്ലോഡീഷൻ തരും. ഇൻട്രാമോളിക്കുലർ 2+2 സൈക്ലോഡീഷൻ തരും. അപ്പോൾ അങ്ങനെ തന്നിട്ട് നമുക്ക് ബൈസൈക്ലിക് പ്രൊഡക്ട്സ് ആണ് കിട്ടുക. അപ്പോൾ അതിൽ മെയിനായിട്ട് ഈ 2 ഡബിൾ ബോണ്ടുകളുടെ ഇടയിലുള്ള നമ്പർ ഓഫ് CH2 ഗ്രൂപ്പ്സ് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു മോളിക്യൂൾ, രണ്ട് അറ്റത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്, ഉള്ളിൽ CH2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആ CH2 എത്രത്തോളം വേണമെങ്കിൽ N ടൈംസ് എന്നാണ് എഴുതിയിട്ടുള്ളത്, എത്ര വേണമെങ്കിൽ ആവാം. ഈ N ടൈംസ് എഴുതിയിട്ടുള്ള ഈ N എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ, അത് നമ്പർ ഓഫ് ഇൻ്റർമീനിയൻ ഗ്രൂപ്പ്സ് ഓഡ് ആണെങ്കിൽ, ഇതുപോലുള്ള 1,4 പെൻറ്റഡൈൻ അല്ലെങ്കിൽ 1,6 പെൻറ്റഡൈൻ അങ്ങനത്തെ കേസുകളിൽ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാധാ നോർമൽ 2+2 സൈക്ലോഡീഷൻ വഴി ഉണ്ടാകുന്ന പ്രൊഡക്റ്റ്. അതായത് ഈ ഡബിൾ ബോണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള സാധാ നോർമൽ 2+2 അഡക്റ്റാണ് ഉണ്ടാവുക. അതേസമയം ഇതിൻ്റെ നമ്പർ ഈവൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? മേജർ പ്രൊഡക്റ്റ് അതായത് 1,5 ഹെക്സാഡൈനൊക്കെ പോലുള്ള മോളിക്യൂൾ, അതിൻ്റെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്മളതിനെ X2+2 സൈക്ലോഡീഷൻ എന്ന് പറയും. അതായത് 2 സിഗ്മ ബോണ്ട്, നേരത്തെ ഉണ്ടായത് നേരെയുള്ള സിഗ്മ ബോണ്ടായിരുന്നു, അതിന് പകരം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുള്ള സിഗ്മ ബോണ്ട് വരും. ആദ്യം ഒരു റേഡിയേറ്റ് ചെയ്ത് റാഡിക്കൽ കിട്ടി, അത് തമ്മിൽ ബോണ്ടാണ്, പിന്നെ 2 റാഡിക്കൽ കിട്ടി, അത് തമ്മിലും ബോണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. നമ്മൾ X2+2 എന്നാണ് ക്രോസ് ആയതുകൊണ്ട് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈവൻ നമ്പർ ഓഫ് N ആണെങ്കിൽ അതിന് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റാണ് കിട്ടുക. പിന്നെ നമുക്ക് സൈക്ലിക് ഡൈൻസിൻ്റെ കേസിൽ ഇത് പ്രോമിനൻ്റ് ആണ്. ഇപ്പോൾ ഇതുപോലുള്ള കേസുകളുണ്ടോ, ഇതിപ്പോൾ N=M=2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഇവിടെ 2 ഇവിടെയും 2, അങ്ങനെ ഡബിൾ ബോണ്ട് ഇടയിൽ 2 ആറ്റം വെച്ച് വരുന്ന കേസിൽ ഉള്ളൊരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ നടുക്കിൽ ഇങ്ങനെ ക്രോസ് വന്നിട്ട് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറിയിട്ട് ഇങ്ങനത്തെ ഒരു മോളിക്യൂളാണ് കിട്ടുക. അപ്പോൾ ഇത്രയും മതി, ബാക്കി ഇത്ര മതി. ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല, ഇത്രയും എക്സാമ്പിൾ പഠിക്കാം കേട്ടോ.